Hi friends, welcome to SJTutorialsLive. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ ഡോക്സിനെ കുറിച്ചാണ്. എന്താണ് ഗൂഗിൾ ഡോക്സിന്റെ പ്രത്യേകത എന്നുള്ളതും എന്താണ് ഗൂഗിൾ ഡോക്സും അതുപോലെ വേർഡ് ഫയലും തമ്മിലുള്ള ഡിഫറൻസും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൂഗിൾ ഡോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഗൂഗിൾ ഡോക്സിനുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പേപ്പർ കട്ടിങ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് മലയാളത്തിലോ തെലുങ്കിലോ തമിഴിലോ ഏത് ഭാഷയിലാണെങ്കിലും ആ എടുത്ത ഫോട്ടോയിലെ കണ്ടന്റ് കൺവേർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ലാംഗ്വേജിലേക്ക് മാറ്റാനുള്ളൊരു കഴിവ് ഗൂഗിൾ ഡോക്സിനുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ സാധാരണ നമ്മൾ വേർഡിൽ ചെയ്യുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗൂഗിൾ ഡോക്സിൽ ചെയ്യാം. പുറമേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇമേജുകൾ കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി SJTutorials ലൈവിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് എങ്ങനെയാണ് പല രാജ്യങ്ങളുടെ പേപ്പറുകൾ വായിക്കാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഡ്രൈവ് എടുക്കുക. ഗൂഗിൾ ഡ്രൈവ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൽ വന്നിട്ട് ഗൂഗിൾ ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ലിങ്ക് കാണാം. അതിൽ മൈ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ഏതാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതിൽ ഓട്ടോമാറ്റിക്കലി ലോഗിനായി കയറുന്നതാണ്. നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യണം. സാധാരണ ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ ആർക്കും ഗൂഗിൾ ഡ്രൈവിൽ കയറാം. ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കാം. ചൈനീസ് ന്യൂസ് പേപ്പറാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. ചൈനീസ് ന്യൂസ് പേപ്പർ എന്ന് കൊടുത്തു. എന്നിട്ട് ഇമേജസ് എടുത്തു. അതിൽ ഏതെങ്കിലും ചൈനീസിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ നമുക്ക് എടുക്കാം. ഒരു തൽക്കാലത്തിന് ഞാൻ ഒരു ന്യൂസ് ഈ ഒരു ന്യൂസ് ഞാൻ എടുക്കാൻ പോവുകയാണ്. അത് ഞാൻ ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്തു, സേവ് ഇമേജ് ആസ്. ഇതെന്താണ് ന്യൂസ് എന്നുള്ളത് നമുക്കൊന്നും വായിച്ചാൽ മനസ്സിലാകില്ല. അപ്പോൾ ഞാനത് ഇവിടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തു. ഒരു പേര് കൊടുത്ത് മനസ്സിലാകാൻ വേണ്ടി ചൈനീസ് ന്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചൈനീസ് ന്യൂസ് പേപ്പർ. അപ്പോൾ അത് സേവ് ചെയ്തു. ഇനി നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ വന്നിട്ട് ഇവിടെ ന്യൂ എന്ന് കാണാം. ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് എവിടെയാണ് എന്നുള്ളത് നോക്കുക. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ചൈനയുടെ ന്യൂസ് പേപ്പർ. അപ്പോൾ അത് അപ്ലോഡിങ് നടക്കും. അപ്ലോഡിങ് നടന്നാൽ ഇവിടെ കാണിക്കും. കംപ്ലീറ്റ് ആയാൽ ഇവിടെ ഒരു പച്ച ടിക്ക് വരും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്താണ് ആ ന്യൂസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പച്ച ടിക്ക് വന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു റീഫ്രഷ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫയലുകൾ ഇവിടെ കാണിച്ചു തരികയുള്ളൂ. അപ്പോൾ ഇത് റീഫ്രഷ് ആയി വന്നാൽ ഇതാണ് നമ്മുടെ ചൈനീസിൻ്റെ ഈ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിൽ റൈറ്റ് ബട്ടൺ അടിക്കുക. എന്താണ് ന്യൂസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ അടിക്കുക. എന്നിട്ട് ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഗൂഗിൾ ഡോക്സ് എടുക്കുക. ഗൂഗിൾ ഡോക്സ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഗൂഗിൾ ഡോക്സ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ് ഇതിൽ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ആയി. അപ്പോൾ അതിൻ്റെ താഴേക്ക് വന്നാൽ നമുക്ക് ഈ ന്യൂസ് ചൈനീസ് ലാംഗ്വേജിൽ വായിക്കാൻ കഴിയും. അത് നേരെ കോപ്പി എടുക്കുക. എന്താണ് ഈ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ കോപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻസ് മൊബൈലിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അല്ലെങ്കിൽ ഇത് നേരെ സൈറ്റിൽ നിന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് കൊടുത്താൽ ഇങ്ങനെ വരും. അതിൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈലിലും ഏതിലും നമുക്കത് ചെയ്യാം. എന്നാലും നമ്മുടെ ലാംഗ്വേജ് ഏതാണ്? ചൈനീസ് ആണ് നമ്മുടെ ലാംഗ്വേജ്. അപ്പോൾ അത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ചൈനീസ് എന്നുള്ള ലാംഗ്വേജ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടല്ലോ, ചൈനീസ് ആണ്. അത് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മലയാളമാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ മലയാളത്തിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഇവിടെയുള്ള ഈ ടെക്സ്റ്റ് നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ആ ന്യൂസ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ഉണ്ടോ? ഫ്രഞ്ച് കത്തോലിക്ക സ്വകാര്യ സ്കൂൾ സെൻറ്റ് മൈക്കിൾ പുതിയ കുടിയേറ്റ വിദ്യാർത്ഥികളെ വിളിക്കുന്നു. ഇതുപോലെ നമുക്ക് ഏത് ന്യൂസും വായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് വേറെ വേണമെങ്കിൽ 2-3 ന്യൂസുകൾ നോക്കാം. ഇപ്പോൾ ചൈനീസ് ആണല്ലോ എടുത്തത്. ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറച്ച് ഫയലുകൾ വേറെ ഉണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ന്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് പേപ്പേഴ്സ്
ഇതിലിപ്പോൾ 4 പേപ്പർ കട്ടിങ്സുകൾ 4 ലാംഗ്വേജുകളിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഈ 4 ഒന്നിച്ച് അപ്ലോഡിങ് നടക്കുകയാണ്. ഇനി നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് മലയാളം ലാംഗ്വേജ് നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീൻസൊക്കെ അല്ലെങ്കിൽ മാഗസീൻസിലെ കണ്ടൻറ്റ് നമുക്ക് കമ്പ്യൂട്ടറിലേക്കോ അതുമല്ല നമ്മൾ എഴുതിയ തന്നെ ബുക്കുകൾ നമുക്ക് PDF ആക്കാനോ ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ 4 ഫയലുകൾ അപ്ലോഡ് ചെയ്തു. ആ 4ലും എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് നോക്കാം. 4 ലാംഗ്വേജാണ്. അതിൽ ഒന്ന് മലയാളമുണ്ട്, ഒന്ന് കൊറിയ, ഒന്ന് അറബി, ഒന്ന് ചൈനീസ്, പിന്നെ ഒരു മലയാളം പേപ്പർ കട്ടിങ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊറിയൻ്റെ ഈ ഒരു എന്താണെന്നുള്ള ആദ്യം നോക്കാം. കൊറിയൻ്റെ നമ്മൾ ഇത് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ റൈറ്റ് ബട്ടൺ അടിക്കുക, ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് കൊടുത്തു. അപ്പോൾ ഇത് കൊറിയാണ് നമ്മുടെ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലാംഗ്വേജ് കൊറിയൻ ആക്കണം, കൊറിയൻ ലാംഗ്വേജ്. ഓക്കെ, കൊറിയൻ ലാംഗ്വേജ് ആക്കാൻ പോവുകയാണ്. കൊറിയൻ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ താഴേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞ ആ കണ്ടൻറ്റ് കാണാം. അത് ജസ്റ്റ് ഇത് ഇവിടെ മുതൽ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ തന്നെ നമുക്ക് ജസ്റ്റ് കൊണ്ട് പേസ്റ്റ് അടിച്ചാൽ എന്താണ് ഈ ന്യൂസ് എന്നുള്ളത് അറിയാൻ പറ്റും. ഇത് വളരെയധികം ഉപകാരപ്പെടും എല്ലാവർക്കും. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ പുതുവത്സര അഭിമുഖമാണ്. ദൈനംദിന സമ്പദ് വ്യവസ്ഥയെ കുറിച്ചൊക്കെ ജപ്പാനും ചൈനയും തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഉദാഹരണത്തിന് ഇതൊരു അറബി ലാംഗ്വേജ് ആണ്. ഇതിലെന്താണ് പറയുന്നത് നോക്കാം. അത് ഓപ്പൺ വിത്ത് ഞാൻ ഗൂഗിൾ ഡോക്സ് കൊടുത്തു. ഇപ്പോൾ ആ അറബി ലാംഗ്വേജ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇതിൽ ഓപ്പണായി വന്നു. ഇതുപോലെ നമുക്ക് ലോകത്തുള്ള ഏത് ലാംഗ്വേജും ഇതുപോലെ ചെയ്യാം. അപ്പോൾ അത് ഞാൻ കോപ്പി എടുത്തു. ഇനി എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി എന്നിട്ട് ഇവിടെ ഞാൻ ലാംഗ്വേജ് ഒന്ന് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ അറബിക്ക് സെലക്ട് ചെയ്തു. അറബിക്ക് സെലക്ട് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്തു. അറബിയിൽ നിന്ന് നേരെ മലയാളത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അറബി ലാംഗ്വേജ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ന്യൂസ് ഇവിടെ വരും. നൂറ്റാണ്ടിനെ അനുഗ്രഹിച്ച ചൈന വിജയത്തിനായി തയ്യാറെടുപ്പുകൾ അന്താരാഷ്ട്ര വികസനം നേടുന്നത്. അപ്പോൾ ഇതൊരു വേറെ ന്യൂസാണ്. ഓരോരോ ന്യൂസുകളും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിലെ കണ്ടൻറ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും കുടുങ്ങുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും പേപ്പർ കട്ടിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിൻ്റെ ഒരു ഓഫറോ കാര്യങ്ങളോ അറബിയിൽ വരികയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ വരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാമെന്നുള്ളത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇനി ഒരു മലയാളം കൂടി നമുക്ക് നോക്കാം. ഒരു റീഹാബിലിറ്റേഷൻ. ഇതൊക്കെ ഈ മലയാളം ഞാൻ ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഫോട്ടോ എടുത്ത് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. ഒരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും ന്യൂസ് കണ്ടാൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് കൊടുക്കുക. ഇനി ഇതിനെ നേരെ ഇത് മലയാളത്തിലാക്കി ഇത് താഴെ കാണാം. അല്ലോ, ഇത് വലിയ അക്ഷരമാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ഇത് സൈസ് കുറക്കാം. ഓക്കെ, കൺട്രോൾ A അടിച്ചാൽ മതി. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് ആവശ്യത്തിന് സൈസ് ചെറുതാക്കാം. ഓക്കെ, കണ്ടല്ലോ. റീഹാബിലിറ്റേഷൻ അസിസ്റ്റൻറ്റ് മാനേജർ കൊല്ലം പുനലൂർ. സെയിം ന്യൂസ് തന്നെയാണ്, നമുക്ക് അത് ടെക്സ്റ്റായി കിട്ടും. നമുക്കിത് എവിടെയും വേണമെങ്കിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.